നിലവിലെ ജേതാക്കളായ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇത്തവണ തലവടി ചുണ്ടലിലാണ് മത്സരത്തിനിറങ്ങുന്നത്. അവസാനവട്ട ഒരുക്കത്തിലാണ് ടീം. അർജുൻ മട്ടന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ നിലവിലെ ചാമ്പ്യന്മാർക്കൊപ്പമാണ് ഞാനുള്ളത്. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷം വിയ്യപുരം ചുണ്ടലിലൂടെയാണ് ഈ ക്ലബ്ബ് കപ്പടിച്ചത്. ഇത്തവണ തലവടി ചുണ്ടനുമായി ഇറങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ 35 ദിവസമായി ക്യാമ്പ് നടക്കുകയാണ്. ശക്തമായ പ്രാക്ടീസാണ്, കർശനമായ പ്രാക്ടീസാണ് നടക്കുന്നത്. ഏതാണ്ട് 100-ലധികം പേരുകളുണ്ട്. സ്വാഭാവികമായും ഒരു വള്ളംകളി എന്ന് പറയുമ്പോൾ അതിന് ഏതാണ്ട് 1.5 മാസം മുൻപ് തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഈ തുഴക്കാരൊക്കെ തന്നെ ഒന്നിച്ചൊരു ക്യാമ്പിലെത്തി അവർ ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ മത്സരബുദ്ധിയോടെ തുഴച്ചിലിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് കാര്യമായ പ്രാക്ടീസ് ഇല്ല, കാര്യമായ വ്യായാമങ്ങളൊന്നും തന്നെ ഇന്നില്ല. ഇന്ന് ഇവർക്ക് കൂടുതൽ വിശ്രമം നൽകുകയാണ് ചെയ്യുക. എന്തായാലും ഈ ക്ലബിൻ്റെ ഭാരവാഹികളൊക്കെയുണ്ട്. 3 കപ്പ് സ്വന്തമാക്കി കഴിഞ്ഞു. 4ാമത്തെ കപ്പിന് വേണ്ടി ഇറങ്ങുകയാണ്. എന്താണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കപ്പ് നിലനിർത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്താൻ തന്നെയാണ് ഞങ്ങൾ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരും നമ്മുടെ കോച്ച് എല്ലാവരും അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിലനിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇങ്ങനെ ഈ ഒരു 35 ദിവസമായി ക്യാമ്പ് നടക്കുന്നു. എങ്ങനെ ഇതിൻ്റെ രീതി എങ്ങനെയാണ്? ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇതുവരെ എങ്ങനെയായിരുന്നു? ഇതുവരെ ഇത് ഷെഡ്യൂൾസ് എല്ലാം കോച്ചിൻ്റെ പ്രകാരമാണ് പോവുക. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ജൂലൈ 19 തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. കൃത്യമായി ഓരോ ഷെഡ്യൂളുകളും ഏതൊക്കെ രീതിയിൽ വേണം, പിള്ളേരുടെ എൻഡ്യൂറൻസും അവരുടെ സ്ട്രെങ്തും വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ വേണം എന്നുള്ളത് കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ കൃത്യമായ ചിട്ടയായ പരിശീലനത്തിലാണ് ഇതുവരെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ശക്തമായ പ്രാക്ടീസ് രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഏതാണ്ട് പ്രാക്ടീസ് അവസാനിച്ചു കഴിഞ്ഞു. ഇന്നിനി പകൽ ഏതാണ്ട് വിശ്രമമാണ്. അതിനുശേഷം വൈകിട്ട് വീണ്ടും അല്പം വ്യായാമവും മറ്റും ഉണ്ടാകും. എന്തായാലും നാളെ രാവിലെ ഒരു 8:30 ഈ ചുണ്ടൻ നീറ്റിലിറങ്ങും. അതിനുശേഷം മത്സരമാണ്. ഏതാണ്ട് 1.5 മാസത്തെ പ്രാക്ടീസാണ്. ഏതാണ്ട് 1 വർഷത്തിലധികമുള്ള കാത്തിരിപ്പാണ്. കഴിഞ്ഞ വർഷത്തെ കപ്പ് ഇത്തവണയും നിലനിർത്താൻ കഴിയുമെന്നാണ് BBC കൈനഗിരി അവകാശപ്പെടുന്നത്. കഴിഞ്ഞ വർഷം വിയ്യപുരം ചുണ്ടലിലൂടെയാണെങ്കിൽ ഇത്തവണ തലവടി ചുണ്ടലിലൂടെ ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ പ്രാക്ടീസിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണ്. ഇത്തരത്തിൽ ചിട്ടയായ പ്രവർത്തനമാണ് കഴിഞ്ഞ 1 മാസത്തിലധികമായി ഇവർ ഫോളോ ചെയ്യുന്നത്. എന്തായാലും നെഹ്റു ട്രോഫി വള്ളംകളി അത് ഒരു ആലപ്പുഴക്കാരൻ്റെ മാത്രം വികാരമല്ല, സംസ്ഥാനത്തെ മലയാളികളുടെ മുഴുവൻ ഒരു വികാരമാണ്, അവരുടെ ഒരു പ്രതീക്ഷയാണ്. അത്തരത്തിൽ എല്ലാ ടീമുകളും സജ്ജമാണ്. 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഫോട്ടോ ഫിനിഷിലൂടെയാണ് വിജയെ തീരുമാനിച്ചത്. ഇത്തവണയും ശക്തമായ പോരാട്ടം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.